അതാണ് ചന്ദ്രികാമ്മയുടെ ഭർത്താവ് മാധവേട്ടൻ. മാധവേട്ട, ഞങ്ങള് കാലു പിടിച്ച് പറഞ്ഞിട്ടും ഹരിത അനുസരിച്ചില്ല. ചന്ദ്രികമ്മയെ പൂട്ടിയിട്ടിരിക്കുക. ഞങ്ങളെ പുറത്താക്കി വാതിലും അടച്ചു കളഞ്ഞു. ചന്ദ്രു, 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 ചന്ദ്രു. അമ്മേ, ആരാ വിളിച്ചു കൂന്നേ? ആരായാലും അകത്തേക്ക് പ്രവേശനമില്ല. പൊക്കോ. വാതില് തുറക്കാനാ പറഞ്ഞത്. ഞാൻ മാധവനാ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ആരായാലും മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോ. തുറക്കാൻ, ഇല്ലെങ്കിലേ ചവിട്ടി പൊളിക്കും. തുറക്കാൻ. ചന്ദ്രിക എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? ചന്ദ്രിക എവിടെയെന്ന്? ആ മുറിയിലാണ് ഇവള് ചന്ദ്രികാമ്മയെ പൂട്ടിയിട്ടിരിക്കുന്നത്. ഇപ്പോഴാ കാര്യം പിടികിട്ടിയത്. ചന്ദ്രികാമ്മയെ പൂട്ടിയിട്ട വിവരം ഇത്ര പെട്ടെന്ന് അവിടെ എത്തണമെങ്കിലേ അതിന് പിന്നിൽ ഈ നുണച്ചിയാ. കണ്ടവന്റെ എച്ചിൽ പാത്രം കഴുകുന്ന സുചിത്രയുടെ അമ്മ. എപ്പോഴും കണ്ടവന്റെ എച്ചിലുമായി മല്ലിടുന്ന നിനക്കൊക്കെ എച്ചിത്തനല്ലേ കാണിക്കാൻ പറ്റൂ. നിന്റെ നാറിയ സ്വഭാവം എന്റെ അടുത്ത് എടുത്താലുണ്ടല്ലോ നിന്നെ ഞാൻ. മോളെ, എന്തായാലും എച്ചിൽ പാത്രം കഴുകുന്നവളെന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ അമ്മ? എങ്കിൽ പിന്നെ എച്ചിൽ പാത്രക്കാരിയുടെ കൈക്കരുത്ത് കൂടി ഈ പൂതനെന്ന് അറിയട്ടെ. നിർത്ത്. പട്ടാ പകല് വാതിലും തകർത്ത് അതിക്രമിച്ച് കടന്നതും പോരാ, എന്റെ ഹരിനെ തല്ലുന്നോ? ഇറങ്ങി പൊക്കോണം. ഇല്ലെങ്കിൽ ചേട്ടനെയൊന്നും ഞാൻ നോക്കുകയല്ല, അടിച്ച് കരണം പോക്കി ഞാൻ. എടാ, 10 മാസം വൈദ്യ ചുമന്ന് പ്രസവിച്ച സ്വന്തം അമ്മയെ ദ്രോഹിച്ചിട്ടും പീഡിപ്പിച്ചിട്ടും നിനക്ക് നൊന്തില്ല. അഹങ്കാരം കൊണ്ട് സ്വയം മറന്ന് മതിച്ച് നടക്കുന്ന ഭാര്യയെ തല്ലിയപ്പോ വല്ലാതെ നൊന്തു അല്ലേ? നിന്നെപ്പോലൊരു പരനാരയ്ക്ക് ജന്മം കൊടുത്തതിൽ ഞാനിന്ന് ലജ്ജിക്കുന്നു. ഇങ്ങോട്ട് മാറി നിൽക്കടാ അച്ചിക്കോത്ത. വാതിൽ തുറക്ക്. സൗകര്യമില്ല. നീ തുറക്കുന്നോ അതോ ഒരു വാതിൽ കൂടി ഞാൻ ചവിട്ടി പിടിക്കണോ? ഒരു സ്ത്രീയെ അന്യായമായി തടങ്കിൽ പാർപ്പിക്കുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റം. പോലീസിനെ അറിയിച്ച കുറുപ്പിന്റെ മോൾക്ക് അകത്ത് കിടക്കേണ്ടി വരും. ആ മാർഗവും ഞങ്ങളുടെ മുന്നിലുണ്ട്. ഇതിലേതാ ചെയ്യേണ്ടതെന്ന് നീ നിന്റെ അച്ഛയോട് ചോദിക്കും മനോജ. അമ്മ, ആ ഫോണിങ് എടുക്ക്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കട്ടെ. ഞാൻ വിളിക്കാം ചേച്ചി. വേണ്ട.
എടാ ഇവള് നാഴേക്ക് 40 വട്ടം പറയുമല്ലോ മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മോളെന്ന്. ആ ഇവളെ ജനിപ്പിച്ച കരുണാകരക്കുറുപ്പിന്റെയോ മാനം കാക്കാൻ വേണ്ടിയല്ല ഞാൻ പോലീസിനെ വിളിക്കണ്ടെന്ന് പറഞ്ഞത്. നീയും നിന്റെ നെറികെട്ട കെട്ടിയോളും കൂടി പൂട്ടിയിട്ടിരിക്കുന്നതേ സ്വർണ്ണ കരണ്ടിയുമായി കൊട്ടാരത്തിൽ പിറന്നവളെയാ. ഇന്ന് രാജഭരണമായിരുന്നെങ്കിൽ റാണിപ്പട്ടം കിട്ടേണ്ടവൾ അവളുടെ മാനം കാക്കാനാ. ഈ പാവപ്പെട്ട മാധവൻ നായർക്കൊപ്പം ഇറങ്ങി വന്നതല്ല എന്റെ ചന്തു ചെയ്ത തെറ്റ്. നിന്നെ പോലൊരു ആണും പെണ്ണും കെട്ടവനെ പെറ്റു വളർത്തിയതാ. അച്ഛനോ? അമ്മയില്ലാത്തവൻ എന്താ അച്ഛനടാ? തുറക്കടാ വാതില്. സുചിത്ര, മരുമോളുടെ വീട്ടിൽ പരമസുഖമാണെന്ന് പറഞ്ഞ് പലരുടെയും മുന്നിൽ വെളുക്ക ചിരിച്ചു അല്ലേ? എന്നോട് വേണമായിരുന്നോ ചന്ദ്രു? വേണ്ട. ഇതുവരെ ഒളിപ്പിച്ച കണ്ണീരൊക്കെ കരഞ്ഞു നിൽക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും. വീട്ടിൽ ചെന്നിരുന്ന കഥകൾ പറഞ്ഞ് കണ്ണീരൊഴുക്കാം. നമ്മൾ ഇറങ്ങുന്നു. നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്തു ഉടനെ ഇറങ്ങണം.